ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കരിമീനൊരു പാല് കറി വയ്ക്കാം. മാങ്ങയും കുടംപുളിയും ഒന്നും ഇടാതെ നല്ല സൂപ്പർ ഒരു പാല് കറി. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നമ്മുടെ കരിമീൻ പാലുകറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ നമുക്ക് ഒരു 2 വലിയ തക്കാളി, അതുപോലെ ഒരു 3 വലിയ സവാള, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഒരു 5 പച്ചമുളക്, പിന്നെ കുറച്ച് വേപ്പില. ഈ കറിക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഇത്തിരി കൂടുതൽ വേണം. അതുകൊണ്ട് തന്നെ വലിയൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 കിലോ കരിമീനാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഒന്ന് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ ഒരു പാനാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മീൻകറിയും ഇറച്ചിക്കറിയൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ ഈ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം, ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം, പിന്നെ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം, പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഞാൻ 3 എണ്ണമാണ് എടുത്തേണത്. ഒരു ആവറേജ് വലിപ്പമുള്ളതാണ് ആ സവാള എണ്ണ എടുത്തേണത്. അപ്പോൾ അതൊന്ന് ശരിക്കും ഒന്ന് വഴഞ്ഞിട്ട് വരട്ടെ. ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ശരിക്കും ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് നീളനെയാണ് അരിഞ്ഞേക്കണം, ഒത്തിരി കനം കുറച്ചൊന്നുമല്ല അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഇത് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റിക്കൊടുക്കാം. ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി ഒരു 3/4 സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി ഒരു സ്പൂണും, പിന്നെ കുറച്ചും കൂടി ഒരു 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത്രയും മാത്രമേ മസാല ഇതിന് വേണ്ടൂ. ഇനി വേറെ ഒന്നും ഇതിന് ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് വഴറ്റി ആ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ കറിയിൽ നമ്മൾ അധികം റെഡ് കളർ ആയിരിക്കാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച ആ ഒരു ലുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ എരിവ് നമുക്ക് കൂട്ടിയെടുക്കാം. പക്ഷേ ചുമന്ന മുളക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മതി. 1 സ്പൂണ് ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ തേങ്ങാപ്പാൽ നന്നായി ഒഴിക്കുന്നത് കൊണ്ട് 1 സ്പൂൺ മുളക് പൊടി ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ശരിക്കും വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തേങ്ങ അടിച്ചിട്ട് തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. 2ാം പാലിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് അടിച്ചെടുത്തിട്ടുണ്ട്. ആ പാല് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് പുളി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണം നമ്മൾ വിനാഗിരി ചേർക്കാനായിട്ട്. അധികം പുളി ആവശ്യമില്ലാത്തവർ കുറച്ച് ചേർക്കുക. ഇതിപ്പോൾ ഓവറായിട്ടൊന്നുമില്ല. ഈ ഒരു സ്പൂണിൽ നമ്മൾ വിനാഗിരി ഒഴിച്ചാലും ഓവറായിട്ടുള്ള പുളിയൊന്നുമില്ല. ഇപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി വിനാഗിരി കൂട്ടിക്കൊടുക്കാം. ഇങ്ങനെ വെക്കുന്ന കറിയിൽ നമ്മൾ മാങ്ങയും കുടംപുളിയും ഇടരുത്. അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ ആയിപ്പോവും. ശരിക്കും ഒരു മാറ്റം വരും. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ്. അത് നല്ല ടേസ്റ്റാണ്. നമുക്കിപ്പോൾ ചോറിൻ്റെ കൂടെ അല്ലെങ്കിലും ഇത് വല്ല അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും രസമാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പീസാക്കി വെച്ചിരിക്കുന്ന കരിമീൻ ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ആ ഗ്രേവിയൊക്കെ ആ മീനിൻ്റെ മേലെ ആവണ രീതിയിൽ ആ പാനൊന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 5-6 മിനിറ്റ് തിളച്ച് കഴിയുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ തലപ്പാൽ ചേർത്ത് കൊടുക്കാം. സാധാരണ പറയാനുള്ള പോലെ തന്നെ തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി തിളയ്ക്കാൻ നിൽക്കരുത്. അതിനാണ് മുന്നേ നമുക്ക് ഓഫ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞ് ഇതിന് മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉള്ളിയും വേപ്പിലയും കൂടി മൂപ്പിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കരിമീൻ പാലുകറി, ഒരു വെറൈറ്റി പാലുകറി റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ചെയ്തു നോക്കണം, ചെയ്യാതിരിക്കരുത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നുപോലെ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട്, മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.